ആര്യന്റെ വയറ്റിൽ പൊടി ചെന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ധ്യാനം കൂടാൻ പോരിക്കായിരുന്നു വരുത്തി തീർത്താലോ? ഓ അർജുൻ, അല്ലെ അത് വേണ്ട, ക്ലീശയായി പോവും. നമ്മൾ അമ്പലത്തില് ഭജന ഇരിക്കായിരുന്നു പോലീസിനോട് പറയാം. പോലീസുകാര് തിരിച്ചും മറിച്ചും തിരിച്ചും ചോദിക്കും. നമ്മൾ രണ്ടുപേരും ഒരുപോലെ മൊഴി കൊടുക്കണം. നമ്മള് ഭജന ഇരിക്കായിരുന്നു. മനസ്സിലായല്ലോ? വേദനിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിനല്ലേ ഞാൻ മറുപടി തന്നത്. അയ്യോ ഞാൻ ചോദിച്ചത് ആര്യനെ രക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്ന? നീ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? അയ്യോ ഞാൻ മണ്ടനാടി, സമ്മതിച്ചു. അയ്യോ അയ്യോ നീ കരുതുന്ന പോലെ പോലീസും പട്ടാളവും ഒന്നും അല്ല പ്രശ്നം. നമ്മൾ കാരണം എന്റെ ആര്യൻ ആപത്തൊന്നും വരരുത്, അതെനിക്ക് സഹിക്കൂല. ഓ എടി തോനി, നീ വിചാരിക്കുന്ന പോലെ ആ പൊടി ഒരു പ്രശ്നമൊന്നും അല്ല. എന്റെ സംശയം നീ SP അങ്കിളിനോട് പറഞ്ഞ പോലെ പഴയ ആ കിഡ്നാപ്പിംഗ് ടീം ആര്യനെ വീണ്ടും പൊക്കിയതാണോന്നാ. ആയിരിക്കും, ആവാൻ സാധ്യതയുണ്ട്. അല്ല അങ്ങനെയാണെങ്കിൽ അവര് കാശ് ചോദിച്ച് അങ്കിളിനെ വിളിക്കേണ്ടതല്ലേ? കൂടുതൽ ടെൻഷൻ അടുപ്പിച്ച് കൂടുതൽ കാശ് ചോദിക്കാനായിരിക്കും അവരുടെ പ്ലാൻ. പല ഹോളിവുഡ് സിനിമകളിലും അങ്ങനെയുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ ടെൻഷൻ സഹിക്കാൻ വയ്യ. എന്നെ ആര്യന്റെ വീട്ടിൽ വിട്ടിട്ട് നീ പോയി പരാതി കൊടുക്ക. ഞാൻ അവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചോളാം. ഓക്കേ, വാ പോ. ഇങ്ങോട്ട് വരാൻ. എൻഗേജ്മെന്റ് ഒക്കെ ഒതുക്കത്തി നടത്തിയാ മതി ശിവ. കല്യാണം നമുക്ക് പൊടി പൊടിക്കാം. രണ്ടും ആർഭാടത്തോടെ നടത്തണമെന്നാ എന്റെ ആഗ്രഹം. അതെ അച്ഛാ, കാശ് ഒരു പ്രശ്നമാക്കണ്ട. ഈ അലവലാതി നാട്ടുകാർക്ക് നമ്മൾ 2 തവണ സദ്യ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നു മതി. മേലുവേദനയ്ക്ക് അല്പം കഷായം കുടിക്കുക. അതെ അതെ, മദ്യം പോലിരിക്കുന്ന കഷായം. ഇതൊരു വീടാ, ബാറല്ല. കേട്ടോടാ ശിവ, ഓ നിന്റെ ഭാവി ഭാര്യ പറഞ്ഞപ്പോഴാ ഇതൊരു വീടാണെന്ന് എനിക്ക് മനസ്സിലായത്. സോറി തമ്പുരാട്ടി, അടിയന്റെ അവിവേകം മാപ്പാക്കണം. അച്ഛൻ അല്പം പോലും വെളിവില്ലേ? കീർത്തി അവളുടെ വീട്ടുകാരും വരുന്ന ദിവസം തന്നെ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്ന ഭയങ്കര കഷ്ടം. എടി, എന്റെ വീട്ടില് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ആരാ ചോദിക്കാൻ വരുന്നത്? എനിക്കൊന്ന് കാണണം. ആരോട് അച്ഛന്റെ ഈ വാശി? ഇങ്ങനെ കാണിക്കുന്നോണ്ട് ഭർത്താവിന്റെ വീട്ടുകാരുടെ മുമ്പിൽ വില പോകുന്നതേ നമ്മുടെ കീർത്തിക്കാം. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ അച്ഛൻ എന്തിനാ അവളെ കരുവാക്കുന്നേ? ഈ ലോകത്ത് അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളെ അല്ലേ? അതെ, ശില്പക്കുട്ടി പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്ക് പിന്നാമ്പുറത്തെങ്ങാനും പോയിരുന്ന് അടിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇനി തമ്പുരാട്ടി പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് വേണ്ട. പാടാ, ഗ്ലാസ് എടുത്തോ. അതെ ശില്പക്കുട്ടി, അച്ഛൻ ഇച്ചിരി ഓവറാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ശരിക്കും നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നമ്മുടെ അച്ഛനെ നമുക്ക് ഏതെങ്കിലും ലഹരി മോചന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കാം. സത്യം പാവേ, എന്തിനും പാവയോടൊപ്പം ഈ ശിവേട്ടനുണ്ട്. തനിക്ക് കിട്ടിയതൊന്നും പോരെ. ഇനി കല്യാണം എന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നാലേ വല്ല എലിവിഷം തന്ന് കൊന്നളയും ഞാൻ. അത് വേണ്ട. എന്റെ മോള് ഈ ശിവേട്ടനെ സ്നേഹിച്ചു കൊന്നാ മതി, കല്യാണം കഴിഞ്ഞിട്ട്. കീർത്തി വിളിച്ചിരുന്നു. എത്താൻ ഇത്തിരി വൈകിയാലും ഇവിടെ വന്നേ ഊണ് കഴിക്കുമെന്ന് പറഞ്ഞു. ഒട്ടും മോശമാക്കാൻ പറ്റില്ലല്ലോ.
ഒരു 4 കൂട്ടം കറിയെങ്കിലും വെക്കണ്ടേ? അച്ഛനും അവൃത്തിയായിട്ട് ശവാനന്ദനും കൂടി അപ്പുറത്തിരുന്ന് മദ്യപിക്കുന്ന അമ്മ കണ്ടില്ലേ? ഇല്ല, ഞാനിവിടെ തിരക്കിലായിരുന്നു മോളെ. കുടിക്കാൻ വെള്ളം വേണോന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയി. ശിവാനന്ദം വന്നതുപോലും അമ്മ അറിഞ്ഞില്ല. മറ്റേ വെള്ളത്തിലൊഴിക്കാനാ ഈ വെള്ളം കൊണ്ടുപോയത്. മിഥുനെ അണിയിക്കാൻ ഒരു മാല വേണ്ടേ? അതിനുവേണ്ടി കുറച്ച് കാശ് അന്വേഷിച്ചു പോയതാ ഞാൻ. തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച എന്റെ തൊലി ഉരിഞ്ഞുപോയി. അച്ഛന്റെ തരുമ്പ് ലെവലില്ലായിരുന്നു. ഈ വീട്ടിൽ വേണ്ട ഒരു കാര്യം അന്വേഷിക്കാത്തത് പോട്ടെ, കീർത്തിയുടെ വീട്ടുകാർക്ക് മുമ്പില് നമുക്ക് നാണക്കേടാണെന്നെങ്കിലും കരുതണ്ടേ?